Dear students, welcome to Focus Area Revision of Mathematics. Today, we are going to discuss a new chapter, that is our 8th chapter, Solids. Solids എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ആക്ച്വലി 3 അല്ലെങ്കിൽ 4 ഡിഫറെൻറ്റ് സോളിഡ് ഷേപ്പുകളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. The first one was square pyramid. Second one is സർക്കുലർ പിരമിഡ് അല്ലെങ്കിൽ നമുക്ക് കോൺ എന്ന് പറയുന്ന ആൾ. മൂന്നാമത്തത് സ്ഫിയർ ആൻഡ് ഫോർത്ത് വൺ ഹെമിസ്ഫിയർ. പക്ഷെ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നമുക്ക് കോണിനെ പറ്റി മാത്രമാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. സോ കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ മനസ്സിലാക്കാൻ കഴിയും ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ. കോണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയാം അല്ലേ? നമ്മൾ സാധാരണ സർക്കസിലൊക്കെ കാണാറുള്ള തൊപ്പി അല്ലേ, അല്ലെങ്കിൽ കോൺ ഐസ്ക്രീമിലെ ആ കോൺ, ഇതിനെയാണ് നമ്മൾ കോൺ എന്ന് പറയാം. ബേസ് ഒരു സർക്കിളും ഒരു കർവ്ഡ് സർഫസുമുള്ള ഈ ഷേപ്പാണ് ശരിക്കും കോൺ എന്ന് പറയുന്നത്. നമുക്ക് കോണിനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഫോക്കസ് ഏരിയയിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം വൃത്തിയായിട്ട് പഠിക്കേണ്ടത് കോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ആൻഡ് ഇറ്റ്സ് സൈഡ്സ്. നമുക്ക് കോൺ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ ഒരു പിക്ചർ വേണം. ഇതാണ് നമ്മുടെ ഒരു കോൺ എന്ന് പറയുന്നത്. രണ്ടാമത് പഠിച്ചിരിക്കേണ്ടത് ഇതിൻ്റെ സൈഡ്സിനെ പറ്റിയിട്ടാണ്. നോക്കാം നമുക്ക്. ഇതിൻ്റെ സൈഡ്സ് പറയുമ്പോൾ സിൻസ് ഇറ്റ്സ് എ കോൺ ആൻഡ് ബേസ് ഓഫ് ദി കോൺ ഇസ് എ സർക്കിൾ, ഇത് ക്ലോസ്ഡ് ആണെന്ന് വിചാരിക്കട്ടോ, ഇത് ക്ലോസ്ഡ് ആണ്. സോ ബേസ് ഓഫ് എ കോൺ ഇസ് എ സർക്കിൾ ആൻഡ് വി നോ if there is a circle then there will be a radius. സർക്കിൾ ഉണ്ട് എങ്കിൽ അതിനൊരു റേഡിയസ് ഉണ്ടാകും. ഇതിന് നമ്മൾ ബേസ് റേഡിയസ് ഓഫ് എ കോൺ എന്ന് നമ്മൾ പറയും, represented using small letter r. And we have the height of the cone, this one അല്ലേ? ഇതിന്റെ ടോപ്പിൽ നിന്ന് ബേസിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്ന നേരെ കുത്തനെ വരച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് നമ്മൾ പറയാം, represented using h, small letter h. And we have this measurement, this length from bottom to top അല്ലേ? ഈ ലെങ്ത് ഈ സൈഡിലൂടെ ഉള്ളത്. ഹൈറ്റ് നേരെ സെന്ററിലേക്കാണ് എങ്കിൽ ഈ ചെരിഞ്ഞിട്ട് വരുന്ന ഈ ഒരു ഹൈറ്റിനെ, ലെങ്ത്തിനെയാണ് നമ്മൾ സ്ലാൻ ഹൈറ്റ് എന്ന് നമ്മൾ പറയാ, represented using small letter L. സോ ഒരു കോണിൽ നമ്മൾ കാണുന്ന 3 സൈഡ്സ് എന്ന് പറയുന്നത് ഒന്ന് റേഡിയസ്, ബേസ് റേഡിയസ്, സെക്കൻഡ് വൺ ഹൈറ്റ് ഓഫ് ദി കോൺ, തേർഡ് വൺ സ്ലാൻ ഹൈറ്റ് ഓഫ് ദി കോൺ. ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ഒരു കോൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള കാര്യമാണ്. എങ്ങനെയാണ് നമ്മളൊരു കോൺ ക്രിയേറ്റ് ചെയ്തത്? ഒരു കോൺ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു സർക്കിളിൻ്റെ നോക്കാം, ഒരു സർക്കിൾ എടുത്തു എന്ന് വിചാരിക്കാം. ഒരു സർക്കിളിൽ ഞാൻ 2 റേഡിയസുകൾ വരയ്ക്കുകയാണ് എങ്കിൽ, ഓക്കെ, ഫോർ എക്സാമ്പിൾ കൺസിഡർ ഇറ്റ് ആസ് എ റേഡിയസ് ആൻഡ് ദ സെക്കൻഡ് റേഡിയസ്. ഈ 2 റേഡിയസുകൾ എടുത്തുകൊണ്ട് റേഡിയസുകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെക്ടർ കിട്ടും. അത് ഈ ചെറുതാകാം അല്ലെങ്കിൽ ഈ വലുതാകാം. ഈ സെക്ടർ വളച്ചിട്ടാണ് നമ്മളൊരു കോൺ ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, ഇങ്ങനെ ഒരു കോൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ച്വലി ഇതുപോലുള്ള ഒരു സെക്ടർ വളച്ചിട്ടാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, ഞാൻ ഒരു സർക്കിൾ എടുത്തു, ഇതുപോലെ ഒരു സർക്കിൾ എടുത്തു, ഒരു സർക്കിളാണ്. ഈ സർക്കിളിൽ നിന്ന് 2 റേഡിയസ് വെച്ചുകൊണ്ട് ഞാനൊരു കോൺ, ഒരു ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ? ഇതിനെ നമ്മളെന്താ വിളിക്കുക? ഈ സർക്കിളിൻ്റെ ഈ ഒരു പാർട്ടിനെ അല്ലേ സെക്ടർ എന്നാണ് നമ്മൾ വിളിക്കുക. ഈ സെക്ടർ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോൺ ക്രിയേറ്റ് ചെയ്യാറുള്ളത്. ഈ സെക്ടർ യൂസ് ചെയ്തിട്ട് ഈ സെക്ടറിനെ നമ്മളിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ഈ 2 സൈഡുകൾ ചേർത്ത് ജോയിൻ ചെയ്യുന്ന രൂപത്തിൽ ഓവർലാപ്പിംഗ് വരാതെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ കാണിച്ചിട്ടുള്ള കോൺ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇതിനാണ് നമ്മൾ കോൺ എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കേണ്ടത് there are some relationship between the sector and this cone. കോണും സെക്ടറും തമ്മിൽ ചില റിലേഷൻഷിപ്പ് ഉണ്ട്. അതാണ് ബേസിക്കലി ഈ ചാപ്റ്ററിൽ നിങ്ങളെ ചോദ്യം ചെയ്യാം. സോ കൃത്യമായിട്ട് നോക്കാം. സോ സെക്ടറിനെ പരിചയപ്പെടുത്തുമ്പോൾ
ഒരു സെക്ടറിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ രണ്ട് കണ്ടന്റ് നമുക്ക് വേണ്ടത്. വൺ ഈസ് ഈ സെക്ടറിന്റെ ഈ ലെങ്ത് എത്ര ഉണ്ട് അത് തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് ദ സെന്റർ ആംഗിൾ ഓഫ് സെക്ടർ. സെക്ടറിന്റെ സെൻട്രൽ ആംഗിളിനെ ബേസ് ചെയ്തിട്ടാണ് അത് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ സെക്ടറിന്റെ സെൻട്രൽ ആംഗിളിനെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇത് എത്രത്തോളം ലെങ്ത് ഉണ്ട് എന്നുള്ള കാര്യം, സെക്ടറിന്റെ ലെങ്ത്. That is exactly same as to the radius of the sector. We have a radius of the cone, so we can use the radius of the sector as capital R. രണ്ട് റേഡിയസുകളുണ്ട്, ശ്രദ്ധിക്കണം. ഇനി റിലേഷൻഷിപ്പിലേക്ക് മൂവ് ചെയ്യാം. ആക്ച്വലി സെക്ടറും നമ്മുടെ കോണും തമ്മിൽ 3 റിലേഷൻഷിപ്പ് നമുക്ക് പറയാൻ കഴിയും. The first one, look at this. This is the radius of the sector, right? അല്ലേ, ഇതിന് നമ്മൾ സെക്ടറിന്റെ റേഡിയസ് നമ്മൾ പറയും. ഞാനിത് ഇങ്ങനെ മടക്കി അല്ലെങ്കിൽ ചുരുട്ടി ഞാനൊരു കോണ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കോണിൻ്റെ അല്ലേ, ഇതായിരുന്നു നമ്മുടെ സെക്ടറിന്റെ റേഡിയസ് ഉണ്ടായിരുന്നത്. ഞാനിതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒരു കോൺ ക്രിയേറ്റ് ചെയ്താൽ ആ കോണിൻ്റെ സ്ലാൻ ഹൈറ്റ് ആണ് ഈ റേഡിയസ് എന്ന് പറയുന്നത്. So we can say that the radius of the sector is exactly same as to the slant height of the cone. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണത്. The radius of the sector is equal to the slant height of the cone. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. The second relationship is, you can see this is the arc length of our sector, right? ഇതിനെ നമ്മൾ വിളിക്കാറുള്ളത് സെക്ടറിന്റെ ആർക്ക് ലെങ്ത് എന്നാണ്. ഞാൻ ഈ സെക്ടറിന്റെ ആർക്ക് ലെങ്ത് ചുരുട്ടിയിട്ട് ഞാൻ കോൺ ഉണ്ടാക്കുന്ന സമയത്ത്, ഈ സെക്ടർ മടക്കി കോൺ ഉണ്ടാക്കുന്ന സമയത്ത് ആർക്ക് ലെങ്ത് എന്തായിട്ടാണ് മാറുന്നത് നോക്ക്, കോണിന്റെ ബേസ് പെരിമീറ്റർ ഓർ ബേസ് സർക്കംഫറൻസ് ആയി മാറുന്നുണ്ട് അല്ലേ, ബേസിലുള്ള സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിട്ട് മാറുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് എന്നൊന്നും പറയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. കാരണം ഫോക്കസ് ഏരിയയിൽ ഈ കോൺ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് കൂടുതൽ ചാൻസ് ഉണ്ട് അതിന്. ഓക്കെ, മൂന്നാമത്തെ റിലേഷൻഷിപ്പ് കൂടിയുണ്ട് നമുക്ക് പറയാം. സോ ഇതാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട സൈഡ്സ്. അപ്പം 3 സൈഡ്സ് നമ്മൾ പറഞ്ഞു. ഒന്ന് ബേസ് റേഡിയസ്, 4 പറഞ്ഞു. ബേസ് റേഡിയസ്, ഹൈറ്റ്, സ്ലാൻ ഹൈറ്റ്, അത് കോണിൽ നിന്ന് കിട്ടും. ആൻഡ് സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ. റേഡിയസ് ഓഫ് ദി സെക്ടർ എന്ന് പറയുന്നത് സ്ലാൻ ഹൈറ്റിന് ഈക്വൽ ആണ്. സോ അതുകൊണ്ട് നമ്മൾ സ്പെഷ്യലായിട്ട് വേറൊന്നായിട്ട് നമ്മൾ പറയണമെന്നില്ല, കാര്യം ശ്രദ്ധിക്കാം. Then the next one is about the relationship between these sides. ഈ സൈഡുകൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യമാണ് നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഉണ്ട്, 2 റിലേഷൻഷിപ്പാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത്. വൺ ഈസ്, യു ക്യാൻ സീ ദർ ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് എച്ച് ആർ ആൻഡ് എൽ. ഓക്കെ, ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയും. കോണിൽ സൈഡ്സ് ആരൊക്കെയാ? ഒന്ന് സ്മോൾ ലെറ്റർ ആർ, രണ്ടാമത്തെ എച്ച്, മൂന്നാമത്തെ എൽ. ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാവും, എച്ച് ആർ ആൻഡ് എൽ. റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താ? നമ്മൾ പല ചാപ്റ്ററുകളിൽ പഠിച്ചതാണ്. സർക്കിൾസിൽ, ട്രിഗണോമെട്രിയിൽ, ടാൻജൻസിലൊക്കെ നമ്മൾ പഠിക്കുന്ന റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഇമ്പോർട്ടൻസ് ട്രിഗണോമെട്രിയിലൊക്കെ ആയിട്ട്. റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് എങ്കിൽ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൈഡ്സ്. ആരാ റിലേഷൻഷിപ്പ് പറയുന്നത്? ബൈ പൈത്തഗോറസ് തിയറം അല്ലേ? എന്താ പൈത്തഗോറസ് തിയറം പറയുന്നത്? 2 സൈഡ് നിങ്ങൾക്ക് കിട്ടിയോ, തേർഡ് സൈഡ് ഫൈൻഡ് ചെയ്യാൻ കഴിയും. എല്ലും ആറും കിട്ടിയാൽ എച്ച് ഫൈൻഡ് ചെയ്യാം, എച്ചും എല്ലും കിട്ടിയാൽ ആറ് ഫൈൻഡ് ചെയ്യാം, എച്ചും ആറും കിട്ടിയാൽ എല്ല് ഫൈൻഡ് ചെയ്യാം. സോ ഇതാണ് ഒരു റിലേഷൻഷിപ്പ്. Then the second relationship is nothing but x by 360 is equal to r by l. x by 360 is equal to r by l എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ആണ് അടുത്തത്. ദിസ് is also very important one. എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമ്മൾ ഫോക്കസ് ഏരിയ റിവിഷൻ ആണ് എന്നുള്ളതുകൊണ്ട് ഞാൻ എവിടെ നിന്ന് കിട്ടി എന്ന് പറയുന്നില്ല, പകരം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഈ 2 റിലേഷൻഷിപ്പും മിക്കവാറും ക്വസ്റ്റ്യനുകളിലും നമുക്ക് യൂസ് ചെയ്യാനുണ്ടാകും. ഇത് 2 നമുക്ക് ഉള്ളൂ, അതുകൊണ്ട് സുഖമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ എക്സ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ സെൻട്രൽ ആംഗിൾ ഓഫ് അവർ സെക്ടർ. സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ക്വസ്റ്റ്യനിൽ പറയുകയോ തരികയോ, സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് കാണാൻ വേണ്ടി ചോദിക്കുകയോ ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സെക്ടറിന്റെ സെൻട്രൽ ആംഗിൾ വരുന്ന ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം, ശ്രദ്ധിക്കാം. ഓക്കെ, സോ ഇനി അടുത്ത നോക്കേണ്ടത് the area and volume of our cone.
ഏരിയ പറയുന്ന സമയത്ത് ഏരിയ നമ്മൾ രണ്ടെണ്ണം പറയും. ഒന്ന് കർവ്ഡ് സർഫസ് ഏരിയ CSA. ഓക്കെ, നമുക്കറിയാം ഒരു കോൺ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ലാറ്ററൽ ഫേസ് എന്ന് പറയുന്നത് കർവ്ഡ് ഫേസ് ആണ്. സോ ഈ കർവ്ഡ് ഫേസിന്റെ ഏരിയ കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത് πRL എന്നാണ്. രണ്ടാമത്തത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കർവ്ഡ് സർഫസിന്റെ കൂടെ ബേസ് ഏരിയയും കൂടി ചേർക്കുമ്പോഴാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് നിങ്ങൾക്കറിയാം. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് വരിക എന്നുള്ളതും അതിൻ്റെ റീസൺ എന്താണെന്നുള്ള കാര്യവും ഈ TSAയും CSAയും ഒക്കെ വ്യത്യാസം എന്താണെന്നും അതുപോലെ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് പ്രാക്ടിക്കലി ചോദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ടാർഗറ്റ് ലേണിംഗ് ആപ്പിൽ നോക്കാവുന്നതാണ്. അഥവാ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ടാർഗറ്റ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ്. ഓക്കെ, സോ TSA എന്ന് പറയുന്നത് ബേസ് ഏരിയ πr² അതേപോലെ തന്നെ കർവ്ഡ് സർഫസ് ഏരിയ πRL കൂടി ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് πr² പ്ലസ് πRL. ഓക്കെ, നെക്സ്റ്റ് നോക്കേണ്ടത് ഇറ്റ്സ് അബൌട്ട് അവർ വോളിയം. വോളിയം ഓഫ് എ കോണേഴ്സ് 1/3 πr²h. മനസ്സിലാക്കി വെക്കേണ്ടത് ദ πr²h ഈസ് ദ വോളിയം ഓഫ് എ സിലിണ്ടർ. സിലിണ്ടറിന്റെ വോളിയാണ്. അയാളുടെ 1/3 ആണ് നമ്മുടെ കോണിന്റെ വോളിയം എന്നും കൂടി മനസ്സിലാക്കി വെക്കാം. സോ ദീസ് ആർ ദി ബേസിക് ഐഡിയാസ് റിലേറ്റഡ് ടു കോൺ. ഓക്കെ, കോൺ എന്ത്, കോൺ എവിടെ നിന്ന് ഉണ്ടാക്കി, കോണിന്റെ സൈഡ്സ് ആരൊക്കെയാണ്, ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സൈഡ്സ്, ആൻഡ് ഫൈനലി ഏരിയ ആൻഡ് വോളിയം ഓഫ് എ കോൺ. ക്ലിയർ? സോ നമുക്ക് ക്വസ്റ്റ്യനുകളിലൂടെ നമുക്കിത് പരിചയപ്പെടാം. ആദ്യം കുറച്ച് ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. What are the radius of the base and slant height of the cone made by rolling up a sector of central angle 60 degree cut out from a circle of radius 10 centimeter? മിക്കവാറും കുട്ടികൾക്ക് പറ്റാറുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത്, മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, റേഡിയസ് എന്ന് കാണുമ്പോൾ വേഗം r= എന്ന് കൊടുക്കും. But here it is wrong. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ we have two radius. Actually രണ്ട് റേഡിയസുകൾ നമുക്കുണ്ട്. The first one is the radius of the cone. അതിനെയാണ് നമ്മൾ സ്മോൾ ലെറ്റർ r എന്ന് പറയാ. അത് നമ്മളോട് ചോദിച്ചതാ. Look at this. What are the radius of the cone? കോണിന്റെ റേഡിയസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അത് തന്നിട്ടില്ല. The second one is the radius of the sector. സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയാം, അല്ലെങ്കിൽ സെക്ടർ കട്ട് ചെയ്ത സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയാം. അത് സ്മോൾ ലെറ്റർ r അല്ല, അത് L ആണ്. That is equal to the slant height of our cone. ഓക്കെ, നമ്മൾ കോണിനായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സ്ലാൻ ഹൈറ്റ് ആണ്. അപ്പൊ തന്നിരിക്കുന്ന റേഡിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സാക്ട്ലി ദ സ്ലാൻ ഹൈറ്റ്. അവിടെയാണ് നിങ്ങൾ കൃത്യമായിട്ട് കെയർ ചെയ്യേണ്ടത്. മിക്കവാറും ചോദ്യത്തിലും അതുണ്ടാവും. സോ അത് സ്ലാൻ ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പൊ റേഡിയസ് എന്ന് കാണുമ്പോൾ നോക്കണം കോണിൻ്റെതാണോ അല്ലെങ്കിൽ സെക്ടറിൻ്റെതാണോ എന്നുള്ളത്. നെക്സ്റ്റ് വൺ വി ഹാവ് ദ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി. സോ x is equal to 60 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ തന്നാൽ നമുക്ക് ഉറപ്പാ ആരെ യൂസ് ചെയ്യാനുണ്ടാകും, x/360 is equal to r/l. ഇയാളെ യൂസ് ചെയ്യാനുണ്ടാകും ദ റിലേഷൻ. ഓക്കെ, സോ x/360, x എന്ന് പറഞ്ഞാൽ 60 ആണ്. 60 divided by 360 is equal to r അൺനോൺ ആണ്, l 10. നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കാം. സോ 0 0 കട്ട് ചെയ്യാം. 6ഉം 36ഉം കൂടി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 എന്നാണ് കിട്ടുക. സോ ദറ്റ് ഇസ് മീൻസ് 1/6 എന്നായിട്ട് മാറി, is equal to r/10. ഞാൻ ഡിവൈഡഡ് ബൈ 10 എങ്ങോട്ട് കൊണ്ടുവന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. സോ r is equal to 10 into 1/6. സോ 10/6 2 കൊണ്ട് രണ്ട് സ്ഥലത്തും ഡിവൈഡ് ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം 5/3. സോ ദ റേഡിയസ് ഓഫ് ദി ബേസ് ഇസ് 5/3. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്ന് റേഡിയസ് ഓഫ് ദി ബേസ് ആണ്, ദാറ്റ് ഇസ് 5/3, ആൻഡ് another one slant height, that is given it as 10. സോ സിമ്പിൾ ആയിട്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി കർവ്ഡ് സർഫസ്, ദാറ്റ് മീൻസ് CSA ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, ഓഫ് എ കോൺ ഓഫ് ബേസ് റേഡിയസ് 12 സെന്റിമീറ്റർ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓഫ് എ കോൺ ഓഫ് ബേസ് റേഡിയസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കോണിന്റെ ബേസ് റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് r is equal to 12 and slant height is 25, l is equal to 25. Here we want to find the CSA. And we know CSA of a cone is nothing but πRL, right? πRL എന്നാണ് നമ്മൾ CSA of cone നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
അല്ലേ? കോണിന്റെ CS നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പൈ ആർ എൽ. സോ നമ്മൾ പൈ ആർ എൽ ആയിട്ട് മാറി. അതിൽ റേഡിയസ് നമുക്കറിയാം, എല്ലും നമുക്കറിയാം. സോ പൈ ഇൻറ്റു 12 ഇൻറ്റു 25 അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 300 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഇതിന്റെ ഏരിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, 300 പൈ ആണ് ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബേസ് റേഡിയസ് and height of a cylindrical block of wood are 15 centimeters and 40 centimeters. What is the volume of the largest cone that can be carved out from this? Cone allatto ശ്രദ്ധിക്കണേ. We have a cylinder. Okay, we have a cylindrical block. Okay, ഒരു wooden cylinder നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? The base radius of a cylindrical cone is 15. So radius എന്ന് പറയുന്നത് 15 ആണ് എന്ന് നമുക്കറിയാം. And height is 40. H എന്ന് പറയുന്നത് 40 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞെന്താ? What is the volume of the largest cone? Look at the term largest cone that can be carved out from this. ഇതിൽ നിന്ന് നമ്മളൊരു കോണിനെ കാർവ് ഔട്ട് ചെയ്യാണ്, ചെത്തിയെടുക്കുകയാണ് ആക്ച്വലി. സോ അങ്ങനെ ചെയ്യുമ്പോൾ ലാർജസ്റ്റ് കോൺ ആയിരിക്കണം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. We want to find the volume of the largest cone that is carved out from this. സോ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നിന്ന് മാക്സിമം ഹൈറ്റ് ഉള്ള മാക്സിമം സൈസ് ഉള്ള ഒരു കോണിനെ കാർവ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ആ കോൺ എങ്ങനെ ഉണ്ടാവുക? ഞാൻ ചോദിക്കട്ടെ, ഇത് മാക്സിമം ആണോ? ഡു യു തിങ്ക് ഇറ്റ് ഈസ് മാക്സിമം? നോ, കാരണം ഇതിനെ കുറച്ചുകൂടി ഹൈറ്റ് നമുക്ക് കൂട്ടാൻ കഴിയും, ശരിയല്ലേ? സോ ഇറ്റ് ഈസ് നോട്ട് അപ് ടു മാക്സിമം. സോ മാക്സിമം വോളിയം ഉള്ള കോൺ അല്ലെങ്കിൽ മാക്സിമം സൈസ് ഉള്ള കോൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ലുക്ക് ലൈക്ക് ദിസ്. ദാറ്റ് മീൻസ് the maximum height of the cone will be exactly same as to the height of our wooden cylinder. ഇതിലേക്കാൾ കൂട്ടാൻ പറ്റൂല, കാരണം ഒട്ടിച്ച് വെക്കല്ല നമ്മൾ ചെയ്യുന്നത്, കർവ് ഔട്ട് ചെയ്യാണ്. So maximum height എന്ന് പറയുമ്പോൾ it is same as to the height of the cone. അപ്പോൾ കോണിനെ ബേസ് ചെയ്ത് പറയുന്ന സമയത്ത് we can say that the height of this cone is equal to 40. And what about the base of the cone? കോണിന്റെ നമ്മൾ ഉള്ളിൽ ഒരു കോൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഹൈറ്റ് എത്ര തന്നെ ആക്കി? ഈ കോണ് ഒന്ന് നോക്കുക നിങ്ങൾ. Is it maximum? No, കാരണം ബേസ് കുറച്ചുകൂടി നമുക്ക് സൈസ് കൂട്ടാൻ കഴിയും. എത്രത്തോളം നമുക്ക് കൂട്ടാൻ കഴിയും? യെസ്, എക്സാക്ട്ലി സെയിം ആസ് ടു ദി ബേസ് ഓഫ് ദി സിലിണ്ടർ. സിലിണ്ടറിന്റെ ബേസ് എത്രയാണോ അത്രയും നമുക്ക് സൈസ് കൂട്ടാൻ കഴിയും. ആ സിലിണ്ടറിന്റെ ബേസ് ആണ് അപ്പോൾ ആരുടെയും ബേസ് വരിക? കോണിന്റെയും ബേസ് വരിക. സോ ദാറ്റ് മീൻസ് the radius of our cylinder exactly same as to the radius of our cone. So if the radius of cylinder is equal to 15, then we can say that the radius of our cone is also 15. Clear? So അങ്ങനെയാണെങ്കിൽ here we want to find the volume. Okay, volume നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. What about the volume? Volume of our cone, we know its equation is 1/3 pi r square h. And we have the radius and height. So this is 1/3 into pi into r. That is 15 square into h. That is 40. Okay. So this is equal to 1/3 into pi into 15 square na 15 into 15 ennaaki machi into 40. So we can cancel 15 and 3/3. Okay. 3 കൊണ്ട് cancel ചെയ്യാം. 3 കൊണ്ട് cancel ചെയ്യാണെങ്കിൽ ഇവിടെ 5 എന്ന് വരും. So this is 5 into 40, that is 200. 200 into 15, that is 3000. So this is 3000 pi centimeter cube. Cubic centimeter ആണ് ഇതിന്റെ വോളിയം എന്ന് നമുക്ക് പറയാം. Volume of the maximum largest cone. Clear? Okay, ശ്രദ്ധിക്കാം. Now look at the another one. The base radius and height of a solid metal cylinder are 12 centimeters and 20 centimeters. By melting it and recasting, how many cones of the base radius 4 cm and height 5 cm can be made? Okay. ഒരു സിലിണ്ടറിനെ മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആ പറഞ്ഞു. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്.
എങ്ങനെയാ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാം. നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു സിലിണ്ടറിനെ നമ്മൾ മെൽറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് വി ക്യാൻ ഇറ്റ് ഈസ് റീകാസ്റ്റഡ് ഇൻ ടു സം കോൺസ്. ഓക്കെ, ഒരു കോണല്ല, കുറച്ച് കോണുകളാക്കി മാറ്റുന്നുണ്ട്. സോ ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് കോൺസ് അല്ലേ. എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുക? എടാ, ഇതിന് 100 ആണ് വോളിയം എന്ന് വിചാരിക്കുക. ഇത്തരം ഒരാൾക്ക് 20 വേണമെന്ന് വിചാരിക്കുക. സോ എത്ര ഉണ്ടാക്കാൻ കഴിയും? 100/20 5 ഉണ്ടാക്കാൻ കഴിയും. അവിടെ യൂസ് ചെയ്ത ലോജിക് എന്താ? ഇയാളുടെ വോള്യത്തിനെ ഇയാളുടെ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദി നമ്പർ ഓഫ് സോളിഡ്സ്, റൈറ്റ് അല്ലേ? മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് നമ്പർ ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത് is equal to വോള്യം ഓഫ് ദി ഫസ്റ്റ് ബൈ വോള്യം ഓഫ് ദി സെക്കൻഡ്. ആരെയാണോ നമ്മൾ മെൽറ്റ് ചെയ്യുന്നത് അയാളുടെ വോള്യത്തിനെ ഏത് ഷേപ്പിലേക്കാണോ റീകാസ്റ്റ് ചെയ്തിട്ടുള്ളത് അയാളുടെ വോള്യം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് സോളിഡ്സ്. എത്ര എണ്ണം ഉണ്ടാക്കാൻ കഴിയും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. And here you can see the volume of the first one is the volume of the cylinder and its equation is pi r1 square into h1. എന്തിനാണ് r1 ഉം h1 ഉം കൊടുത്തതെന്ന് ചോദിച്ചാൽ we have 2 radius and 2 heights. റേഡിയസ് ഇയാളുടെ റേഡിയസും കോണിന്റെ റേഡിയസും രണ്ടും 2 ആണ്. സോ അതുകൊണ്ടാണ് ഒരാൾ r1 ഉം h1 ഉം കൊടുത്തത്. രണ്ടാമത്തെ ആള് 1/3 pi r2 square into h2 representing the radius and height of our cone. ക്ലിയർ? സോ ഇനി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദി സോളിഡ് മെറ്റൽ സിലിണ്ടർ ആണ്. സോ റേഡിയസ് r1 എന്ന് പറയുന്നത് 12 അല്ലേ? ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് 20. ഓക്കെ, 20. By melting it and recasting, how many cones of radius 4 centimeter? അതായത് r2 എന്ന് പറയുന്നത് 4. ഓക്കെ, ആൻഡ് ഹൈറ്റ് 5 സെന്റിമീറ്റർ. സോ h2 എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. 4ഉം 5ഉം മറ്റേത് 12ഉം 20ഉം അങ്ങനെയാണുള്ളത്. സോ നമുക്ക് നേരെ ഡയമെൻഷൻസ് കൊടുക്കാം. ഓക്കെ, സോ പൈയും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു r1 സ്ക്വയർ. റേഡിയസ് എന്ന് പറയുമ്പോൾ 12 ആണ്. സോ 12 സ്ക്വയർ ഇൻറ്റു h1 ദാറ്റ് ഈസ് 20 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ആളുടെ റേഡിയസ് എന്ന് പറയുന്നത് 4ഉം ഹൈറ്റ് 5ഉം ആണ്. സോ ദാറ്റ് ഈസ് 4 സ്ക്വയർ ഇൻറ്റു 5 എന്നായിട്ട് മാറി അല്ലേ? ഇൻറ്റു ഒരു 1/3 ഇവിടെ ഉണ്ട്. സോ 1/3 ഇൻറ്റു എന്ന് വരും. ഈ ഡിവൈഡ് ബൈ 3 നേരെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് വരും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് സുഖം. സോ ദിസ് ഇസ് 12 ഇൻറ്റു 20 പിന്നെ ഡിവൈഡ് ബൈ 3 ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 5 എന്ന് വരും. ഞാനങ്ങനെ ചെയ്യുന്നത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം, മൊത്തം റിസ്ക് ആണ്. സോ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 4നെയും 12നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 3 ടൈംസ് ആണ് ഉണ്ടാവുക. ഈ 4നെയും 12നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് അഗെയിൻ 3 ടൈംസ് ആണ് ഉണ്ടാവുക അല്ലേ? 12/4 3 ആണ്. ഈ 5നെയും 20നെയും ക്യാൻസൽ ചെയ്യാം. 20നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 4. സോ ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ ദാറ്റ് ഈസ് 3 ഇൻറ്റു 3 9. 9 ഇൻറ്റു 4 is equal to 36. 36 ഇൻറ്റു 3 that is 108. സോ 108 ആണ് നമുക്ക് എന്തുണ്ടാവുക? നമ്പർ ഓഫ് സോളിഡ്സ് ആണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക എന്ന് നമുക്ക് പറയാൻ കഴിയും. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ടൈപ്പ്. Now look at another one. It is about the ratio. Look at this. The base radii of 2 cones are in the ratio 3:5. That means we have 2 cones. That will be the first one. And here it is the second one. റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് ഒരു റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ചോളൂ. The radius of 2 cones are in the ratio 3:5. Let it be the radius is r1 and height is h1. And here it is the radius is r2 and height is h2. രണ്ടും ഡിഫറെൻ്റ് റേഡിയസും ഡിഫറെൻ്റ് ഹൈറ്റും ആയിരിക്കാം എന്നതുകൊണ്ടാണ് r1 r2 h1 h2 എന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത്. Now we have the ratio of the radii is 3:5. So that means r1 is to r2 is equal to 3:5. എടാ, ഈ റേഷ്യോനെ നമുക്ക് വേണമെങ്കിൽ ഡിവിഷൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തൂടെ? റെപ്രസെന്റ് ചെയ്യാം. അതായത് r1 ഈസ് ടു r2 എന്ന് പറയുന്നതും r1 ബൈ r2 എന്ന് പറയുന്നതും രണ്ടും സെയിം ആണ്.
So if R1 is to R2 is 3 is to 5, then R1 by R2 can be written as 3 by 5. And similarly, the ratio of their heights is 2 is to 3. Ratio of their heights, that means H1 is to H2 is equal to 2 is to 3. Matter 3 is to 5 ആണ്, the 2 is to 3 ആണ്. That means here we can say that H1 by H2 is equal to 2 by 3. Ratio of their heights. And the question, here we want to find the ratio of their volumes. സാധാരണ റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വോള്യത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വരാറുള്ളത്. Ratio of their volume is nothing but V1 is to V2. We can convert it as V1 by V2. Ratio എന്ന് പറയുന്നതും ഡിവിഷൻ എന്ന് പറയുന്നതും രണ്ടും സെയിം മീനിങ് ആണ്. So V1 by V2, that is the volume of the first cone, that is 1 by 3 pi R1 square into H1 divided by 1 by 3 pi R2 square into H2. The volume of the cone. We can cancel this 1 by 3 and 1 by 3 and pi. Then we can substitute the values. Ratio type question നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ R1 by R2 is equal to 3 by 5 എന്ന് തന്നില്ലേ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, R1 is equal to 3 എന്നും R2 is equal to 5 എന്നും എടുക്കുക. കോൺസെപ്ച്വലി അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ആൻസറിൽ അത് എഫക്റ്റ് ചെയ്യൂല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. R1 3 എന്ന് എടുക്കുക, R2 5 എന്ന് എടുക്കുക. H1 2 എന്ന് എടുക്കുക, H2 3 എന്ന് കൊടുക്കുക. കൊടുത്തു നോക്ക് എന്താ ഉണ്ടാവുക. R1 നമ്മൾ കൊടുക്കുന്ന 3 സോ ദിസ് ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ ഇൻറ്റു H1 is 2 ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ, അത് 5 ആണ്. സോ 5 സ്ക്വയർ ഇൻറ്റു H2 ദാറ്റ് ഈസ് 3 എന്ന് വന്നു അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 3 എന്ന് എഴുതാം, പിന്നെ ഒരു ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ഇൻറ്റു 3. ഇങ്ങനെ എഴുതിയത് എന്തിനാന്ന് വെച്ചാൽ ഒരു 3യും ഒരു 3യും ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താ കിട്ടുക, 3 ഇൻറ്റു 2 മീൻസ് 6 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 5 ദാറ്റ് ഈസ് 25. 6 by 25 ദാറ്റ് മീൻസ് ദ റേഷ്യോ ഇസ് 6:25. ഇങ്ങനെയാണ് റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യുക. റേഷ്യോ ടൈപ്പ് ക്വസ്റ്റ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമലി ഫോക്കസ് ചെയ്യാറുള്ളത് ഇറ്റ്സ് അബൌട്ട് ദ വോളിയം. രണ്ട് രീതിയിലേക്കാണ്. ഒന്നെങ്കിൽ വോളിയത്തിൻ്റെ റേഷ്യോ തരും, അല്ലെങ്കിൽ വോളിയത്തിൻ്റെ റേഷ്യോ ചോദിക്കും. വോളിയത്തിൻ്റെ റേഷ്യോ ചോദിച്ചാൽ ഇങ്ങനെ കണ്ടുപിടിക്കുക, V1 by V2 is equal to എത്ര എന്നുള്ളത് ഫൈൻഡ് ചെയ്യാം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അറിയുന്ന വാല്യൂ കൊടുക്കാം. വോളിയത്തിൻ്റെ റേഷ്യോ തന്നാൽ നിങ്ങൾ നേരെ കൊടുക്കുക. ലെറ്റ് ദ വോളിയം 2:3 ആണെങ്കിൽ V1 by V2 is equal to 2/3 എന്ന് കൊടുക്കാം. എന്നിട്ട് V1 കൊടുക്കുക, V2 കൊടുക്കുക. ഈസ്റ്റ് വെച്ച് ചെയ്താലും മതി, ബൈ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി എളുപ്പം. നമുക്ക് കട്ട് ചെയ്യാനൊക്കെ എളുപ്പം ബൈ വെച്ച് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാക്കാൻ എളുപ്പം. രണ്ടും സെയിം തന്നെയാണ്. സോ ഇങ്ങനെ കൊടുത്താൽ മതി. വോളിയത്തിൻ്റെ റേഷ്യോ തരികയാണെങ്കിൽ ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇനി അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത് നോക്കാം. മിക്കവാറും 5 മാർക്സിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. ഇറ്റ്സ് ഫ്രം SSLC 2020. ഓക്കെ, ഒരു 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. A sector of radius 12 centimeter and central angle 120 is rolled up into a cone. പ്രത്യേകം ശ്രദ്ധിക്കുക, a sector of radius 12. അപ്പോൾ 6 അല്ല, പകരം എന്താ L ആണ് തന്നിട്ടുള്ളത്. എത്രയാ 12. And central angle 120. So x is equal to 120. ഇത് സ്ഥിരമായിട്ട് പറ്റിക്കാൻ യൂസ് ചെയ്യുന്ന കാര്യമാണ്. റേഡിയസ് എന്നാണ് പറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, സെക്ടറിൻ്റെതാണോ അല്ലെങ്കിൽ നമ്മുടെ കോണിൻ്റെതാണോ എന്ന്. കോണിൻ്റെതാണെങ്കിൽ ബേസ് റേഡിയസ് ഓഫ് ദി കോൺ എന്ന് പറയും, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ദി കോൺ എന്നെങ്കിലും പറയും. ഇവിടെ നമ്മളോട് പറഞ്ഞത് റേഡിയസ് ഓഫ് ദി സെക്ടർ ആണ്. സോ ദാറ്റ് ഈസ് L, സ്ലാൻ ഹൈറ്റ് ഓഫ് ദി കോൺ ആണ്. ദാറ്റ് ഈസ് x is equal to 120. Is rolled up into a cone. The first question is about the slant height of the cone. അതാ നമുക്ക് A ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. Slant height is equal to 12. So question A is over. The next one, find the radius and height of the cone. Here we want to find the height and the radius of the cone. നമുക്കറിയാം x തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെ യൂസ് ചെയ്യേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ആരാ? that is x by 360 is equal to r by l. x തന്നിട്ടുണ്ടോ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാനുണ്ടാകും. സോ x എന്നാണ് 120. That is 120 by 360 is equal to r, unknown ആണ്, by l, that is 12. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 0 0 ക്യാൻസൽ ചെയ്തു.
12ഉം 36ഉം തമ്മിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 12ന്റെ ട്രിപ്പിൾ ആണ് 36 എന്ന് പറയുന്നത്. സോ 1/3 ഉണ്ടാവുക. ഞാൻ ഈ ഡിവിഷൻ 12നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു R. സോ ഇറ്റ് വിൽ ബിക്കം 12/3. 12/3 എന്ന് പറഞ്ഞാൽ 4 ആയി. ദാറ്റ് ഈസ് ബേസ് റേഡിയസ് ഈസ് 4. ഓക്കെ, ബേസ് റേഡിയസ് 4 ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് നമ്മളോട് ഹൈറ്റ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി കോൺ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമുക്കുള്ള ഡാറ്റാസ് ഏതൊക്കെയാണ്? ആറും അറിയാം, എല്ലും അറിയാം. 6 4 ആണ്, L എന്ന് പറഞ്ഞാൽ 12 ആണ്. എങ്ങനെയാടാ നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കുക. വി ഹാവ് ദ റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ്. അപ്പോഴാണ് നമുക്കൊരു മനസ്സിലായത് ആകെ രണ്ട് റിലേഷൻഷിപ്പേ സൈഡുകൾ തമ്മിലുള്ളൂ. ഒരു സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ രണ്ട് റിലേഷൻഷിപ്പേ ഉള്ളൂ. ഒന്ന് x/360 = R/L. അത് സെൻട്രൽ ആംഗിൾ വരുമ്പോഴുള്ളതാണ്. അത് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദ സെക്കൻഡ് റിലേഷൻഷിപ്പ് ഈസ് അവർ റൈറ്റ് ട്രയാങ്കിൾ. നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് അയാൾ, അല്ലേ? ആരൊക്കെയായിരുന്നു സൈഡ്സ് ഉണ്ടായിരുന്നത്? L, H, R. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? എന്താ, രണ്ട് സൈഡ് കിട്ടിയാൽ തേർഡ് സൈഡ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന. L അറിയാം, R അറിയാം. സോ H ഫൈൻഡ് ചെയ്തൂടെ? ഫൈൻഡ് ചെയ്യാം. യൂസിങ് പൈത്തഗോറസ് തിയറം we can say that h² is equal to hypotenuse square minus base square. That is L² minus R². So L² means that is 12² minus R² means 4². 12² means 144 minus 4² that is 16. That is equal to 128. Okay. So 128 and h². So h is equal to root 128 എന്ന് നമുക്ക് കിട്ടി. Okay. root 128. So h കിട്ടി, h കിട്ടി, slant height കിട്ടി. Then look at the third question. See, what is the central angle of the sector? Sectorന്റെ central angle കണ്ടുപിടിക്കണം. That is x എന്താണ്? To be used to make a cone of base radius root 2 centimeter. ഒരു കോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത അതിന്റെ ബേസ് റേഡിയസ് എത്രയാണ് പറഞ്ഞത്? √2. ശ്രദ്ധിക്കണം, ബേസ് റേഡിയസ് ഓഫ് ദി കോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ റേഡിയസ് ഓഫ് ദി കോൺ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ദി സെക്ടർ, റേഡിയസ് ഓഫ് ദി സെക്ടർ. ഓക്കെ അല്ലേ? നമ്മോട് പറഞ്ഞത് കോൺ ഓഫ് ബേസ് റേഡിയസ് √2 എന്നാണ്. അപ്പൊ കോണിന്റെ റേഡിയസ് ആണ്. വി ക്യാൻ യൂസ് ഇറ്റ് ആസ് സ്മോൾ ലെറ്റർ R. ആൻഡ് ഹൈറ്റ് 4 സെന്റിമീറ്റർ. സോ h is equal to 4 സെന്റിമീറ്റർ. ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദി x, സെൻട്രൽ ആംഗിൾ x. x കാണണമെങ്കിൽ നമുക്ക് കയ്യിലാകെ ഒരൊറ്റ ഐഡിയ മാത്രമേ ഉള്ളൂ. അതാരാ? ദാറ്റ് ഈസ് x/360 is equal to R/L. This is the only way to find the central angle of the sector. So x ഫൈൻഡ് ചെയ്യണമെങ്കിൽ മറ്റു രണ്ട് വേരിയബിൾസ് വേണം, ശരിയല്ലേ? അതായത് ആറും വേണം, എല്ലും വേണം. ബട്ട് ലുക്ക് അറ്റ് ദിസ്, നമുക്ക് ആറും എല്ലും അറിയില്ല. R അറിയാം, പക്ഷെ L അറിയില്ല. പകരം നമുക്ക് H അറിയാം. സോ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് x വി നീഡ് R ആൻഡ് L. അപ്പോൾ നമുക്ക് L കണ്ടുപിടിക്കേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ L ഫൈൻഡ് ചെയ്യുക? അപ്പോൾ ആലോചിച്ച് നോക്കുക. വി ഹാവ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ R, L ആൻഡ് H. ദാറ്റ് ഈസ് അവർ റൈറ്റ് ട്രയാങ്കിൾ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റൈറ്റ് ട്രയാങ്കിൾ അപ്ലൈ ചെയ്ത് നോക്കാം, അല്ലേ? ടു ഫൈൻഡ് ലെങ്ത് ഓഫ് സ്ലാൻഡ് ഹൈറ്റ്. That means we have a right triangle R, H and L. L ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്, ആറും എച്ചും ഗിവൺ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തു. L² is equal to R² plus H². സോ R² എന്ന് പറയുമ്പം √2ന്റെ സ്ക്വയർ പ്ലസ് H² എന്ന് പറയുമ്പോൾ 4ന്റെ സ്ക്വയർ. √2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 ആണ്, 4ന്റെ സ്ക്വയർ 16. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 18. ഓക്കെ, സോ L is equal to √18 എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. സ്ലാൻഡ് ഹൈറ്റ് is √18. Then we can use this equation to find x. So x/360 is equal to R. R എന്ന് പറഞ്ഞാൽ √2 ആണ്, ഡിവൈഡ് ബൈ L, that is √18. രണ്ടും റൂട്ട് ഉള്ളതായതുകൊണ്ട് ഈ √18 റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? √18 can be written as √9 into 2. Am I right? Yes, it is. അല്ലേ? 9 into 2 18 ആണ്. ഇങ്ങനെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? We have √9 is 3. So this is 3 into. പക്ഷെ 2ക്ക് റൂട്ട് കൃത്യമായിട്ടില്ലല്ലോ, ഇല്ല. അപ്പം അങ്ങനെ തന്നെ നോട്ടെ, 3 √2.
അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നോക്ക്, x by 360 is equal to root 2 divided by 3 root 2. So this root 2 and root 2 were cancelled. root 2 പോയി, ഇറാഷണൽ പോയി, നമുക്ക് എളുപ്പമായി. ഇനി 360 റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്താൽ x കിട്ടും. So that is, you can see x is equal to 360 into 1 by 3. അല്ലേ? കാരണം ഇവിടെ 1 by 3 മാത്രമേ ബാക്കിയുള്ളൂ. By division 360 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. So it will become 360 divided by 3. What is 360 divided by 3? That is 120 degree. So we have the central angle of the sector is equal to 120 degree. Simple? Okay. So അങ്ങനെയാണെങ്കിൽ 5 മാർക്കിന് കേട്ടോ, അതിന് മാത്രം നമുക്ക് എഴുതാനുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആകെ രണ്ട് ഐഡിയ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. One is this right triangle and another one is x by 360 is equal to r by l. സെൻട്രൽ ആംഗിൾ ചോദിച്ചാലും സെൻട്രൽ ആംഗിൾ തന്നാലും ഈക്വേഷൻ ഇവർ മൂന്നാളുകളിൽ രണ്ടാൾ തന്ന് മൂന്നാമത്തെ ആൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ റിലേഷൻ. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. Now we can go to the next question. It's from SSLC 2019. A circular sheet of paper is divided into two sectors. Central angle of one of them is 160. That means there is a circular sheet, okay, and it is divided into two sectors. ഇതും 5 മാർക്സിന് ചോദിച്ച ചോദ്യമാണ്, ശ്രദ്ധിക്കുക. അത്യാവശ്യം ചെയ്യാനുള്ള ടൈപ്പ് ചോദ്യം. സെൻട്രൽ ആംഗിൾ ഓഫ് വൺ സെക്ടർ ഇസ് 160 ഡിഗ്രി എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. The first question, what is the central angle of the remaining sector? ഈ ചെറുതൊരു സെക്ടർ ആണ്, and the remaining part of the circle is also a sector. Okay, so if it is 160 degree, the central angle of the second sector is this. എങ്ങനെയാണ് നമ്മൾ അത് ഫൈൻഡ് ചെയ്യുക? We know the sum of these two central angles is 360. So അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്, അല്ലെ, നമ്മളോട് ചോദിച്ചാൽ വാട്ട് ഇസ് ദ സെൻട്രൽ ആംഗിൾ എന്നാണ്. സോ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി ഉണ്ടാവുക? ദാറ്റ് ഈസ് 360 മൈനസ് 160, ദാറ്റ് ഈസ് ഈക്വൽ ടു 200. 200 ആണ് അയാളുടെ സെൻട്രൽ ആംഗിൾ ഉണ്ടാവുക. അപ്പോൾ 200 പ്ലസ് 160, ദാറ്റ് ഈസ് 360 കിട്ടുള്ളൂ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ദീസ് സെക്ടേഴ്സ് ആർ ബെൻഡ് ഇൻ ടു കോൺസ് ഓഫ് മാക്സിമം വോളിയം. രണ്ട് സെക്ടേഴ്സിനെയും നമ്മൾ കോണാക്കി മാറ്റുകയാണ്. രണ്ട് സെക്ടേഴ്സിനെയും നമ്മൾ കോണാക്കി മാറ്റുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് കോണിനെടുത്ത് നോക്കാം. ഒന്നാമത്തെ കോണ് 360 വെച്ചിട്ടുണ്ടാക്കുന്ന കോൺ, 200 വെച്ചിട്ടുണ്ടാക്കുന്ന കോൺ. രണ്ടാമത്തത് 160 വെച്ചുണ്ടാക്കുന്ന കോൺ. ഇതിന് ഞാൻ x1, സെൻട്രൽ ആംഗിൾ 160 ആണ് തന്നിട്ടുണ്ട്, x1. റേഡിയസ് നമുക്ക് തന്നിട്ടില്ല, ഹൈറ്റ് തന്നിട്ടില്ല, അവിടെ കട്ടെ. ഇവിടെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് x2 എന്ന് കൊടുത്തു, 200. രണ്ട് സെൻട്രൽ ആംഗിൾ ഉണ്ടായതുകൊണ്ടാണ് x1 x2 എന്ന് കൊടുക്കേണ്ടി വരുന്നത്. ശ്രദ്ധിക്കാം, ഇത്രയാണ് തന്നിട്ടുള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യുന്നത്, the sectors are bent into a cone of maximum volume. മാക്സിമം വോളിയം എന്നാൽ ഓവർലാപ്പ് ഇല്ലാതെ കൃത്യമായിട്ട് സാധാരണ ഉണ്ടാക്കും പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാക്സിമം വോളിയാണ് കിട്ടുക. ഇഫ് ദ റേഡിയസ് ഓഫ് ദി സ്മോൾ കോൺ, ചെറിയ കോണിൻ്റെ റേഡിയസ്, ഈ ചെറിയ കോൺ എന്ന് പറഞ്ഞാൽ വലിയ സെൻട്രൽ ആംഗിൾ ആണ് എടുക്കുന്നതെങ്കിൽ കോണ് അത്യാവശ്യം സൈസ് ഉണ്ടാവും. എന്നാൽ ചെറിയ സെൻട്രൽ ആംഗിൾ ആണ് എടുക്കണമെങ്കിൽ കുറച്ചുകൂടി സൈസ് റെഡ്യൂസ്ഡ് ആയിരിക്കും, ശരിയല്ലേ? കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ചെറുതായിരിക്കും ഉണ്ടാവുക. സോ ദി radius of the small cone is 8 cm. കോണിന്റെ റേഡിയസ് ആണ് കേട്ടോ. സോ ഹിയർ we have r1 is equal to 8. Radius of the small cone is 8. What is the radius of the other എന്നാണ് ചോദ്യം. That means here we want to find r2. നല്ലൊരു ചോദ്യമാണ് പറയാൻ കാരണം we know there is no relationship between these two radius. There is no direct relationship between these two radius. സോ പിന്നെന്ത് ചെയ്യുന്നതാണ് നമ്മുടെ സംശയം. അവിടെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ we have the central angle of this sector and the radius of this cone, and we have a relationship between the central angle, radius and the slant height, that is nothing but x by 360 is equal to r by l. Here we can use this is x1 r1 l1. Clear?
സോ അങ്ങനെയാണെങ്കിൽ x1 എന്ന് പറഞ്ഞാൽ 160. എന്താ ഹാപ്പൻ ചെയ്യാൻ നോക്കാം, നമുക്കൊരു പ്രതീക്ഷയില്ല, എന്നാലും നോക്കാം നമുക്ക്. 160 ഡിവൈഡ് ബൈ 360 is equal to R1, that is 8 by L1. സോ ഇവിടെ ഒരു സീറോയും ഇവിടെ ഒരു സീറോയും ക്യാൻസൽ ചെയ്തു. ഞാൻ ഈ ഡിവൈഡഡ് ബൈ L1 എങ്ങോട്ട് കൊണ്ടുവന്നു, ഡിവൈഡഡ് ബൈ 36 റൈറ്റ് സൈഡിലും കൊണ്ടുപോയി, ഫ്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ L1 ഡിവിഷൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 16 ടൈംസ് L1 എന്നായിട്ട് മാറി. ഈ 36 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 8 into 36 എന്നായിട്ട് മാറി. ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ 16 അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ L1 കിട്ടും. L1 is equal to 8 into 36 divided by 16 എന്ന് വരും. മൾട്ടിപ്ലിക്കേഷൻ 16 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും എന്നർത്ഥം. സോ 8 and 16 were cancelled. ഇവിടെ 2 ഉണ്ടാവും. So finally we have this is 36 divided by 2, and we know 36 divided by 2 is nothing but 18 ആണ് നമുക്ക് പറയാം. So slant height of the first cone is 18. അതൊക്കെ പക്ഷെ നമ്മളോട് അത് കാണാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞത് സെക്കൻഡ് കോണിൻ്റെ റേഡിയസ് ആണ്. നമ്മളതെങ്ങനെ ഫൈൻഡ് ചെയ്യാം? Look at this. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കാം, ഇയാളുടെ സ്ലാൻ ഹൈറ്റ് ആണ് നമുക്ക് 18 എന്ന് കിട്ടിയിട്ടുള്ളത്. ആക്ച്വലി ദ സ്ലാൻ ഹൈറ്റ് ഓഫ് ദിസ് കോൺ ഇസ് എക്സാക്ട്ലി സെയിം ആസ് ടു ദി റേഡിയസ് ഓഫ് ദിസ് സെക്ടർ, റൈറ്റ്? ഈ കോണിന്റെ സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത് സെക്ടറിന്റെ റേഡിയസിന് ഈക്വലാണ്, നമ്മൾ പഠിച്ചിട്ടില്ലേ? യെസ് ഇറ്റ് ഈസ്. ഓക്കെ, ഇവിടെ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് കോണിന്റെ സ്ലാൻ ഹൈറ്റിന് ഈക്വലാണ്. അപ്പോൾ ഈ സ്ലാൻ ഹൈറ്റ് 18 ആണെങ്കിൽ ഈ റേഡിയസ് 18 ആണ്. എടാ, ഈ സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാലും ഈ സെക്ടറിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാലും ഒരേ റേഡിയസ് അല്ലേ? അതെ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വലിയ സെക്ടറിൻ്റെ റേഡിയസും 18 തന്നെയല്ലേ? അതെയാണ്. ഈ വലിയ സെക്ടർ യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ഈ കോൺ ഉണ്ടാക്കിയത്? യെസ്. അപ്പോൾ ഈ സെക്ടറിൻ്റെ റേഡിയസ് ഈ കോണിൻ്റെ സ്ലാൻ ഹൈറ്റായി മാറൂലേ? മാറും. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ആയില്ലേ? എന്ത്? ഇയാളുടെ സ്ലാൻ ഹൈറ്റ് കിട്ടി. എങ്ങനെ കിട്ടിയത്? ഈ സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ കോണിന്റെ സ്ലാൻ ഹൈറ്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദ സ്ലാൻ ഹൈറ്റ് ഓഫ് ദിസ് കോൺ ഈസ് 18. അതായത് ഇയാളുടെ സ്ലാൻ ഹൈറ്റും ഇയാളുടെ സ്ലാൻ ഹൈറ്റും സെയിം ആണ്, രണ്ടും ഒരേ റേഡിയസ് ആണ്. രണ്ടും ഉണ്ടാക്കിയത് ഒരേ സെക്ടറിൽ ഒരേ സർക്കിളിന്റെ സെക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഒരേ സർക്കിളിന്റെ സെക്ടേഴ്സ് ആയതുകൊണ്ട് രണ്ടിനും ഒരേ റേഡിയസാണ്. സെക്ടറിന്റെ റേഡിയസ് സെയിം ആണ്. സെക്ടറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സ്ലാൻ ഹൈറ്റ്, അപ്പോൾ സ്ലാൻ ഹൈറ്റ് സെയിം ആണ്. So if L1 is equal to 18, then we can say that L2 is equal to 18. Then we can find R2. R2 find ചെയ്യാൻ കഴിയും. എങ്ങനെയാ? We have the relation x by 360 is equal to R by L. Here it is x2 R2 L2. So x2 means 200, that is 200 by 360 is equal to R2 unknown divided by L2, that is 18. സോ നേരത്തെ ചെയ്ത പോലെ സീറോയും സീറോയും ക്യാൻസൽ ചെയ്തു, ഡിവൈഡ് ബൈ 18 അങ്ങോട്ട് കൊണ്ടുവന്നാൽ നമ്മുടെ ആൻസർ ആയി. സോ ദാറ്റ് ഈസ് വി ഹാവ് ഇറ്റ് ഇസ് 20 by 36 into 18 is equal to R2. ഡിവിഷൻ 18 അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി. സോ 18ഉം 36ഉം 18 കൊണ്ട് ഡിവൈഡ് ചെയ്യാലോ അല്ലേ? ഇവിടെ 2 വരും. അപ്പോൾ 20 ഡിവൈഡ് ബൈ 2 ആവും. അപ്പോൾ എത്രയായിട്ട് മാറി? R2 is equal to 20 divided by 2, that is 10 എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ. Now we have one more question. What is the slant height of the cones എന്നാണ് ചോദ്യം. രണ്ട് കോണിൻ്റെയും സ്ലാൻ ഹൈറ്റ് എന്നാണ് നേരത്തെ ചോദിക്കേണ്ട ചോദ്യമാണ്. ഇറ്റ്സ് 18 അല്ലേ? രണ്ട് കോണിൻ്റെയും സ്ലാൻ ഹൈറ്റ് സെയിം ആണ്. വി നോ ഇറ്റ് ഈസ് 18. സോ സിമ്പിളാണ് അല്ലേ? 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അതിനകത്ത് ചെയ്യാനുണ്ട്. പക്ഷേ ഒരൊറ്റ കോൺസെപ്റ്റ് x by 360 is equal to R by L, അതേപോലെ തന്നെ രണ്ടിൻ്റെയും സ്ലാൻ ഹൈറ്റ് സെയിം ആണ് എന്ന് പറയുന്ന കോമൺ സെൻസ് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. It's from SSLC 2018. A circular sheet with radius 36 centimeter. We have a circular sheet of radius 36 centimeter. Okay, then it's divided into 4 equal sectors. 4 equal sectors ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതെങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയുക? Can be like this. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. 4 ഈക്വൽ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. 1 2 3 4 ആൻഡ് വൺ ഓഫ് ദം ഇസ് ബെൻഡ് ഇൻ ടു എ കോൺ. ഇയാളെ നമ്മളൊരു കോണാക്കി മാറ്റി. ആയിക്കോട്ടെ, അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
വാട്ട് ഈസ് ദ സ്ലാൻ ഹൈറ്റ് ഓഫ് ദിസ് കോൺ? ഈ റേഡിയസ് 36 ആണ് അല്ലേ? ആരുടെ? സർക്കിളിൻ്റെ റേഡിയസ്. എടാ ഇത് നമ്മളെ പറ്റിക്കാൻ ചോദിച്ച ചോദ്യമാണ്. എന്താ ഞാനങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ എന്ന് കാണുമ്പോൾ വേഗം നമ്മൾ എക്സ് കൊടുത്തിട്ട് x/360 r/l എന്ന് കൊടുക്കും. എന്നാൽ ചില ക്വസ്റ്റ്യനുകളിൽ നിങ്ങൾക്ക് സെൻട്രൽ ആംഗിൾ തരും, പക്ഷേ സെൻട്രൽ ആംഗിൾ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ, സെൻട്രൽ ആംഗിൾ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അത്തരം ഒരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ നിങ്ങൾ സെൻട്രൽ ആംഗിൾ എന്ന് കാണുന്നില്ല. ഇവിടെ തന്ന സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്, ഈ സെക്ടറാണ്. ഈ സെക്ടറിനല്ലേ, ഇതൊരു സെക്ടർ അല്ലേ, ഇതൊരു സെക്ടറാണ്. ആ സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് തന്നിട്ടുള്ളത്. ആ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? വി നോ ഇറ്റ് ഇസ് 90 ഡിഗ്രി. അപ്പോൾ 90 + 90 + 90 + 90 360 ടോട്ടൽ ആംഗിൾ വരുള്ളൂ. സോ ആ സെൻട്രൽ ആംഗിൾ തന്നിട്ടുണ്ട്. പറ്റിക്കാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അവിടെയാണ് നമ്മളോട് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കലുണ്ട്, അതായത് സെമി സർക്കിൾ എന്ന് പറയും. സെമി സർക്കിൾ ഒരു സെക്ടർ തന്നെയാണ്, അത് വെച്ചിട്ട് കോൺ ഉണ്ടാക്കി എന്ന് പറയും. സെമി സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ എത്രയാ? 180. നിങ്ങൾക്ക് സെൻട്രൽ ആംഗിൾ തരാതെ എന്നാൽ സെൻട്രൽ ആംഗിൾ തരുന്ന ക്വസ്റ്റ്യനാണ് അത്തരം ക്വസ്റ്റ്യൻസ്. കെയർ ചെയ്യണം. ഓക്കെ, സോ വി ഹാവ് ദ സെൻട്രൽ ആംഗിൾ x is equal to 90 and we know 36 is the radius of this sector. The sector the radius of the sector is exactly same as to slant height of the cone, so we can say that L is equal to 36. Central angle 90 ആണ്, slant height 36 ആണ്. What is the slant height of the cone? So 36 എന്ന് മനസ്സിലായി. Next one, what is the radius of the cone? And we have a relationship between x, r and L, that is x/360 is equal to r/l. X തന്നോ ഇത് യൂസ് ചെയ്യാണ്ടാവും. So x എന്ന് പറഞ്ഞാൽ 90 divided by 360 is equal to r. Unknown ആണ്, L 36 എന്നായിട്ട് മാറി. So 0 and 0 were cancelled. നമുക്ക് ഡിവിഷൻ 36 അങ്ങോട്ട് കൊണ്ടുപോയാൽ നമുക്ക് r കിട്ടും. r is equal to 9/36 into 36. ഡിവിഷൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ ഒരു സുഖം എന്ന് വെച്ചാൽ 36 and 36 were cancelled. Finally we have r is equal to 9. r is equal to 9 എന്ന് കിട്ടി. ആറിൻ്റെ വാല്യൂ 9 ആണ് എന്ന് നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? ഉണ്ട്. വാട്ട് ഈസ് ദ കർവ്ഡ് സർഫസ് ഏരിയ? CSA ആണ് ചോദ്യം. We have CSA of a cone is πRL. That is pi into radius എന്ന് പറയുന്നത് 9 ആണ്. So into 9 into L, that is our slant height. It is given as 36. 36 എന്ന് നമുക്കറിയാം. So 9 into 36. So this is 9 into 36 എന്ന് പറയുമ്പോൾ 360 minus 36 ഉണ്ടാകും. സോ 324 പൈ എന്നാണ് നമുക്ക് കിട്ടുക. കർവ്ഡ് സർഫസ് ഏരിയ ആണ്, സോ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഈ രൂപത്തിലേക്ക് നമുക്ക് പറയാൻ കഴിയും. ക്ലിയർ? ഓക്കെ, സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദിസ്. ദ സെൻട്രൽ ആംഗിൾ ഓഫ് 2 arcs cut out of from a circle is 60 degree and 120 degree. It's from SSLC 2017 actually. Okay, using these arcs 2 cones are made. ഒരു ആർക്ക് ഉണ്ട് എന്ന് നമ്മൾ, സോറി 2 ആർക്കുകൾ ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 ആർക്കുകൾ ഉണ്ട്. ഒരു ആർക്ക് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇതാണ് ഒരു ആർക്ക്. രണ്ടാമത്തെ ആർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ആർക്ക് 60 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആർക്ക്. ഇതാണ് രണ്ടാമത്തെ ആർക്ക്. ഈ ആർക്കിന് സെൻട്രൽ ആംഗിൾ പറഞ്ഞിട്ടുള്ളത് 120 ഡിഗ്രിയാണ്. ആയിക്കോട്ടെ. ദ സെൻട്രൽ ആംഗിൾ ഓഫ് 2 arcs cut from a circle is 60 degree and 120 degree. Using these arcs 2 cones are made. നേരത്തെ ചോദ്യം ചെയ്ത പോലെ തന്നെ ഇതുകൊണ്ടൊരു കോൺ ഉണ്ടാക്കി, ഇതുകൊണ്ടൊരു കോൺ ഉണ്ടാക്കി. സോ ഇതുകൊണ്ടുണ്ടാക്കിയ കോൺ എന്ന് പറയുന്നത് ഒരു ചെറിയ കോണായിരിക്കും, കാരണം ചെറിയ സെൻട്രൽ ആംഗിൾ ആണ്, ലൈക്ക് ദിസ്. ഇതുകൊണ്ടുണ്ടാക്കിയത് ഒരു വലിയ കോണായിരിക്കും, വലിയ സെൻട്രൽ ആംഗിൾ ആയതുകൊണ്ട് ആസ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് വൺ അത് വലുതായതുകൊണ്ട് വലിയ കോൺ കിട്ടും. ഇനി ചോദ്യം എന്താ? If the radius of the smaller cone is 5 cm, find the radius and the base area of the larger cone. ഈ കോണിന്റെ റേഡിയസ് 5 ആണെങ്കിൽ, അതായത് R1 എന്ന് പറയുന്നത് 5 ആണ്. ഓൾറെഡി നമുക്ക് x1 എന്ന് പറയുന്നത് 60 ആണെന്ന് കിട്ടിയിട്ടുണ്ട്.
ഇവിടെ x2 എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രിയാണ്. ഹിയർ വി വാണ്ട് ടു ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി ബേസ് ഓഫ് ദി സെക്കൻഡ് കോൺ ഓർ ദി ലാർജർ കോൺ, ദാറ്റ് ഈസ് R2. നേരത്തെ ചോദിച്ച സെയിം ചോദ്യം തന്നെയാണ് അല്ലേ? ആംഗിൾസിൽ മാത്രം മാറ്റേണ്ട 60 and 120. നിങ്ങൾക്ക് ചെയ്യാലോ? സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് നോക്കാം, ബാക്കി കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. അതിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കാം. സോ ഇത്രയുമാണ് കോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. കോണ് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കറക്റ്റായിട്ട് കെയർ ചെയ്യുക, നല്ലപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക. സോ ബെസ്റ്റ് വിഷസ്. താങ്ക് യു.